ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആശ ആഴ്ചയുടെ ആരംഭത്തിൽ നമ്മളിന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുകയാണ്. കുരുത്തോല പെരുന്നാൾ എന്നാണ് ഇതിനെ നാം നാടൻ ഭാഷയിൽ വിളിക്കാറ്. ജെറുസലേം പട്ടണത്തിലേക്ക് നമ്മുടെ കർത്താവ് മഹത്വപൂർണനായി പ്രവേശിച്ച ദിനമാണിത്. ജെറുസലേം പട്ടണം എന്നാൽ മിശിഹായുടെ ഔദ്യോഗിക പട്ടണമാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് മിശിഹ യുഗാന്ത്യത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട രക്ഷകനാണ്. പഴയ നിയമത്തിൽ മിശിഹായെക്കുറിച്ചുള്ള ധാരാളം പ്രവചനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദാവീദ് രാജാവിൻ്റെ ഗോത്രത്തിൽ ദാവീദിൻ്റെ മകനായി പിറക്കുന്നവനാണ് മിശിഹ രാജാവ്. യേശുവിന് 1000 വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് രാജാവ് ജീവിച്ചിരുന്നു. ദാവീദ് രാജാവിൻ്റെ തലസ്ഥാന നഗരിയാണ് ജെറുസലേം. അവിടെ നിന്നായിരിക്കും യുഗാന്ത്യത്തിൽ വരുവാനിരിക്കുന്ന മിശിഹ രാജാവ് തൻ്റെ ഭരണം നടത്തും. ദാവീദിൻ്റെ ജന്മദേശമായ ബേത്ലഹേമിൽ ആണ് മിശിഹ ജനിക്കുന്നത് എന്ന് പ്രവചനങ്ങളുണ്ട്. യേശുവിന് 700 വർഷങ്ങൾക്ക് മുൻപ് മിക്ക പ്രവാചകൻ ഇക്കാര്യം പ്രവചിച്ചിട്ടുണ്ട്. മിശിഹായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് യേശുവിൻ്റെ കാലത്ത് വളരെ ശക്തമായി നിലനിന്നിരുന്നു. യേശു തൻ്റെ പരസ്യ ജീവിതം അവസാനിക്കുന്ന സമയത്ത് ജെറുസലേമിലേക്ക് തൻ്റെ ശിഷ്യന്മാരുമൊത്ത് യാത്ര ചെയ്തു. ഈ ജെറുസലേം യാത്രാവേളയിൽ യേശു ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? സ്ലീഹന്മാരുടെ തലവനായ പത്രോസ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയത്, നീ ദൈവപുത്രനാണ്, നീ വരുവാനിരിക്കുന്ന മിശിഹായാണ് എന്ന്. ഈ സത്യം ആരോടും പറയരുത് എന്ന് യേശു ശിഷ്യന്മാരെ വിലക്കി. കാരണം യേശുവിൻ്റെ മിശിഹാ സങ്കല്പം ശിഷ്യന്മാരുടെയും മറ്റ് യഹൂദരുടെയും മിശിഹാ സങ്കല്പത്തിൽ നിന്നും വിഭിന്നമാണ്. തൻ്റെ ശിഷ്യന്മാരുടെയും യഹൂദരുടെയും മിശിഹാ സങ്കല്പത്തിലെ മിശിഹ രാജാവ് കരുത്തനും പ്രതാപശാലിയുമാണ്. അവൻ സ്വർഗീയ സൈന്യങ്ങളുമായി വന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുക്കളെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്നവനാണ്. അവൻ വലിയ സൈന്യബലത്തോടെ വന്ന് വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്ന രാജാവാണ്. അതുകൊണ്ട് അവൻ ഉഗ്രപ്രതാപിയാണ്, വിജയശ്രീ ലാളിതനാണ്. ശത്രുക്കൾ മുഴുവൻ അവൻ്റെ കാൽ കീഴിൽ ഞെരിഞ്ഞമരും. അങ്ങനെയാണ് അവൻ തൻ്റെ ദൈവരാജ്യം സ്ഥാപിക്കുക. തൻ്റെ പിതാവായ ദാവീദിൻ്റെ പട്ടണമായ ജെറുസലേം കേന്ദ്രീകരിച്ച് മിശിഹ ഭരണം നടത്തും. ദൈവത്താൽ അയക്കപ്പെട്ട മിശിഹ രാജാവ് അങ്ങനെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കും. ശത്രുക്കളുടെ മുൻപിൽ എല്ലാ അപമാനവും നീക്കി ഇസ്രായേൽ ജനം ആദരിക്കപ്പെടും, മഹത്വമുള്ളവരായിട്ടില്ല. ലോകത്തിൻ്റെ മുൻപിൽ യഹൂദ ജനം ബഹുമാനിതരാകും. ഈ മിശിഹാ സങ്കല്പത്തിന് വിപരീതമായി യേശുവിൻ്റെ മിശിഹാ സങ്കല്പമുണ്ട്. അവനത് വെളിപ്പെടുത്തിയത് ഇപ്രകാരം. അവൻ എങ്ങനെയാണ് തൻ്റെ ദൈവരാജ്യം സ്ഥാപിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ യേശു ശിഷ്യർക്ക് വെളിപ്പെടുത്തി താൻ എങ്ങനെയുള്ള മിശിഹായാണ്, താൻ എങ്ങനെയാണ് തൻ്റെ ദൈവരാജ്യം സ്ഥാപിക്കുന്നത്. ശിഷ്യരുടെയും മറ്റ് യഹൂദരുടെയും മിശിഹാ സങ്കല്പത്തിന് ഘടകവിരുദ്ധമായ ഒരു സങ്കല്പമായിരുന്നു യേശുവിൻ്റെ. ആ വലിയ മിശിഹാ രഹസ്യം യേശു ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയത് പ്രകാരമാണ്. താൻ മരിക്കുവാനായി വന്നിരിക്കുന്ന ഒരു മിശിഹായാണ്. തൻ്റെ പീഡാമരണത്തിലൂടെയാണ് താൻ തൻ്റെ ദൗത്യമായ ദൈവരാജ്യം സ്ഥാപിക്കുന്നത്. ഈ സത്യം നാം കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നാം യേശുവിൻ്റെ സങ്കല്പത്തിലെ മിശിഹ ആരെയെന്ന് അറിയുന്നു. അവൻ കർത്താവിൻ്റെ ദാസനാണ്, അവൻ വിനീതനാണ്, അവൻ ബലഹീനനാണ്, അവൻ സ്വയം പ്രതിരോധിക്കുവാൻ കഴിവില്ലാത്തവനാണ്, അവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നവനാണ്, അവൻ നിന്ദിക്കപ്പെടുന്നവനാണ്, അവൻ പാപിയായി മുദ്രയടിക്കപ്പെടുന്നവനാണ്, അവൻ പീഡിതനാണ്, എല്ലാം സഹിക്കുന്നവനാണ്, അവൻ മുറിവേൽക്കുന്നവനാണ്, അവസാനം അവൻ മരണത്തിന് കീഴ്പ്പെടുന്നു. ശിഷ്യന്മാർക്കോ യഹൂദർക്കോ ഇങ്ങനെയുള്ള മിശിഹായെ അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ
കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി പറഞ്ഞു, നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. യേശു രൂക്ഷമായ ഭാഷയിൽ പത്രോസിനെ ശകാരിച്ചു, നീ പിശാചാണ്, അതിനർത്ഥം പ്രലോഭകനാണ്, നീ എൻ്റെ വഴിയിൽ നിന്നും മാറി നിൽക്കുക. സത്യത്തിൽ ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ യാത്ര തൻ്റെ ഈ ദൗത്യം പൂർത്തിയാക്കുവാനുള്ള യാത്രയായിരുന്നു. അവിടെ വെച്ച് മിശിഹ പീഡയേറ്റ് മരിക്കേണ്ടിയിരുന്നു. അത് തൻ്റെ പിതാവിൻ്റെ കൽപ്പനയാണ്. അത് പൂർത്തിയാക്കുവാനുള്ള ജെറുസലേം യാത്രയിലായിരുന്നു നമ്മുടെ കർത്താവ്. മിശിഹായെ സ്വീകരിക്കുവാൻ ദൈവം ജെറുസലേമിൽ ജനത്തെ ഒരുക്കി നിർത്തി. ധാരാളം ഗലീലിയർ ആ സമയത്ത് തീർത്ഥാടകരായി ജെറുസലേമിൽ വന്നിരുന്നു. അവരിൽ പലർക്കും യേശുവിനെ അറിയാമായിരുന്നു. യേശു അത്ഭുത പ്രവർത്തകനായിരുന്നുവല്ലോ. എന്നാൽ കഴിഞ്ഞ ഒരു ദിവസം യേശു ഒരു മഹാ അത്ഭുതം ചെയ്തു. അത് അവരെ എല്ലാം വളരെയേറെ അത്ഭുതപ്പെടുത്തി. മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസറിനെ യേശു അത്ഭുതകരമായി ഉയർപ്പിച്ചു. അത് അവരെല്ലാം അറിഞ്ഞ സംഭവമായിരുന്നു. അതുകൊണ്ട് അവർ നിശ്ചയിച്ചു, യേശു തന്നെയാണ് വരുവാനിരിക്കുന്ന മിശിഹ രാജാവ്. ജെറുസലേം നഗര കവാടത്തിൽ ജനം ഒന്നിച്ചുകൂടി. അവർ യേശുവിന് മിശിഹായ്ക്ക് മാത്രമായ ജൈവിളിയോടെ അവനെ പട്ടണത്തിലേക്ക് സ്വീകരിച്ചു. ആ ജൈവിളി നമുക്കറിയാം, ഓശാന ജൈവിളിയാണ്. അതിനർത്ഥം ദൈവം ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ്. ദൈവം തൻ്റെ മിശിഹായിലൂടെ തൻ്റെ ജനമായ ഇസ്രായേലിനെ രക്ഷിക്കുക എന്നാണ് അതിനർത്ഥം. ജനം യേശുവിന് ഓശാന പാടി. ഒപ്പം ഈന്തപ്പനകളുടെ കൈകൾ വീശി യേശുവിനെ അവർ എതിരേറ്റു. ഈന്തപ്പനയും മിശിഹായുടെ പ്രതീകമാണ്. ഈന്തപ്പന നാശമില്ലാതെ നിലനിൽക്കുന്നതായ വൃക്ഷമാണ്. നിത്യതയുടെ വൃക്ഷമാണ്, സ്വർഗീയ വൃക്ഷമാണ്. ഈന്തപ്പന പോലെയാണ് മിശിഹായുടെ ദൈവരാജ്യം. അത് നാശമില്ലാതെ നിത്യമായി നിലനിൽക്കുന്ന രാജ്യം. ജനങ്ങൾ തങ്ങളുടെ മിശിഹ രാജാവിന് വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ച് അവനെ ജെറുസലേം പട്ടണത്തിലേക്ക് എതിരേറ്റു. ചിലർ ഒലിവ് ചില്ലകൾ മുറിച്ചെടുത്ത് വഴിയിൽ നിരത്തി അവർ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രൻ ഓശാന, ദൈവനാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതനാകും, ഉന്നതങ്ങളിൽ ഓശാന. മഹത്വപൂർണമായ തന്റെ ജെറുസലേം നഗരിയിലേക്കുള്ള പ്രവേശനത്തിന് യേശു ബോധപൂർവം തിരഞ്ഞെടുത്ത മൃഗം കഴുതയാണ്. കുതിര പോലുള്ള മൃഗമായിരുന്നില്ല. കഴുത എന്നാൽ നികൃഷ്ട ജീവിയാണ്, നിന്ദ്യമായ മൃഗമാണ്, ബുദ്ധിയില്ലാത്ത ജീവിയാണ്, വിലയില്ലാത്ത മൃഗം, മറ്റുള്ളവരുടെ വിഴുപ്പ് വഹിക്കുന്ന മൃഗം. കഴുതപ്പുറത്ത് മിശിഹ കയറി വരുന്നത് ഒരു പ്രതീകാത്മക പ്രവൃത്തിയാണ്. താൻ കഴുതയെപ്പോലെ അപമാനിതനായി നിന്ദിക്കപ്പെട്ട് വിനയാന്വിതനായി പീഡയേറ്റ് മരിക്കുന്നവനായ മിശിഹായാണ്. പൗലോസ്ലീഹ ഇതിനെ കുരിശിൻ്റെ പോഷത്വമെന്നാണ് വിളിക്കുക. യേശുവിന് 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കഴുതപ്പുറത്ത് കയറി വരുന്ന മിശിഹായെക്കുറിച്ച് സക്രിയ പ്രവാചകൻ BC 522 പ്രകാരം പ്രവചിച്ചു. ജെറുസലേം പുത്രി സന്തോഷിച്ച് ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത് കയറി വരുന്നു. കുരിശുമരണത്തോളം വിനയാന്വിതനായി സ്വയം ശൂന്യനായ മിശിഹായുടെ പ്രതീകമായിരുന്നു യേശു വാഹനമാക്കിയ വലിയ മൃഗമായ കഴുത. അവിടെ ഉണ്ടായിരുന്ന ഫരിസ്യർ റോമൻ അധികാരികളെ ഭയപ്പെട്ട് യേശുവിനോട് പറഞ്ഞു, ഓശാന പാടുന്നതിൽ നിന്ന് നിന്റെ ശിഷ്യന്മാരെ നീ വിലക്കുക. യേശു പ്രതിവചിച്ചു, ശിഷ്യന്മാർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിച്ച് എനിക്ക് ഓശാന പാടും. കാരണം ലോകരക്ഷകനായ മിശിഹ തൻ്റെ രക്ഷാദൗത്യം പൂർത്തീകരിക്കുവാനാണ് മിശിഹായുടെ നഗരമായ ജെറുസലേം പട്ടണത്തിലേക്ക് മഹിമയോടെ പ്രവേശിച്ചു. ഏവർക്കും ഓശാനയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കും.